ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ട്രിഗ്നോമെട്രീനെ ബേസ് ചെയ്ത് SSC CGL 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് സൈൻ റേസ് ടു 4θ പ്ലസ് കോസ് റേസ് ടു 4θ. നമ്മൾ ട്രിഗ്നോമെട്രി എല്ലാവരും തന്നെ പൊതുവെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് വാല്യൂ ഇട്ട് ചെയ്യുന്ന രീതിയാണ് വരുന്നത്. പക്ഷേ മാക്സിമം ഈ പറയുന്ന ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓർ സ്മോളർ വാല്യൂ ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വാല്യൂ ഇട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു 80-90% ചിലപ്പോൾ ആൻസർ ശരിയായിരിക്കാം, സ്റ്റിൽ ബാക്കിയുള്ള പേഴ്സൻറ്റേജ് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് ട്രിഗ്നോമെട്രിയിൽ മാക്സിമ മിനിമ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതിനെ സൈൻ റേസ് ടു 4θ പ്ലസ് കോസ് റേസ് ടു 4θനെ എനിക്ക് 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എടുത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനിയും നമുക്ക് ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ 1 - ഒരു നമ്പർ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. 1 - ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൻ്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഐറ്റം മിനിമം ആയിരിക്കണം. ശരിയല്ലേ? ഇത് മൊത്തത്തിൻ്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഐറ്റം എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഓക്കെ, ദെൻ സപ്പോസ് മിനിമം വാല്യൂ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഈ ഇപ്പുറത്ത് കിടക്കുന്ന പോർഷൻ എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ പറയാം, 1 - 5 - 4. ഓക്കെ, 1 - 0 എത്രയാണ്? 1. ഇത് ചെറുതും ഇത് വലുതുമല്ലേ? ഇവിടെ നമ്മൾ 5 കുറച്ചത്, ഇവിടെ 0 കുറച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയ വാല്യൂ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചെറുതും വലുതും ഒക്കെ ആയിട്ട് മാറുന്നത്. ആ സംഭവമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഐറ്റത്തിൻ്റെ മിനിമം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം മിനിമയിൽ തന്നെ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മിനിമം വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. മിനിമം വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ദ ഹോൾ സ്ക്വയർ. ഇതിപ്പോൾ സൈൻ ക്യൂബ് പ്ലസ് കോസ് ക്യൂബ് തീറ്റ ആയിരുന്നെങ്കിൽ 1/2 ദ ഹോൾ ക്യൂബ് വന്നേനെ. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എത്ര വരുന്നത്? 0 ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ 0 ആണെങ്കിൽ ഈ മൊത്തത്തിലുള്ള റിലേഷൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത് സപ്പോസ് ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ, മൊത്തത്തിലുള്ള ഐറ്റത്തിൻ്റെ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ 1 - 2 ഇൻറ്റു ഇതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് വരുന്നത് 1/2 ദ ഹോൾ സ്ക്വയർ ആണ്, അതായത് 1/4 ആണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ 1/2 എന്ന് പറഞ്ഞു വരും. ഇതായിരിക്കും ഇതിൻ്റെ മിനിമം വാല്യൂ ആയിട്ടും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് റിലേഷൻ പോകുന്നത്.